എടാ എന്തിനാ വഴി വെട്ടി വന്ന ആരെയും കാണാനില്ലല്ലോ? ആര് വഴി വെട്ടി വന്നതാ ബാബയ്ക്ക് കാണണ്ടേ? ഒറ്റയ്ക്ക് വഴി വെട്ടി വേറെ എവിടെയെങ്കിലും ചെന്നോ? ഇനി എന്തൊക്കെ ബഹളമായിരുന്നു. മെസ്സി ഹാട്രിക് അടിച്ചാൽ അണ്ണൻ ബൈസൈക്കിൾ അടിച്ച് ഹാട്രിക് അടിക്കും. റൊണാൾഡോയാണോ പൊന്ന? അണ്ണൻ ബൈസൈക്കിൾ അടിക്കുന്ന സമയത്ത് നീ ജനിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. പറ. എന്നിട്ട് എന്നാ പറ്റി? ചാടാൻ കോങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടല്ലേ? പാവം പറഞ്ഞുകൾ മാസാക്കാൻ നോക്കിയതാ, കോങ്ങ അങ്ങ് പഞ്ഞിക്കിട്ടു. അയ്യോ, കങ്ങ പഞ്ഞിക്കിട്ട പറങ്കികൾ 5 ഗോൾ അടിച്ചത് നീ അറിഞ്ഞായിരുന്നോ? ഇനി എന്താ നെക്സ്റ്റ് എക്സ്ക്യൂസ് നിന്റെ അടുത്ത് എന്ന് പറയണോ? മോളെ നീ ഏതാ? സ്പോർട്സിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോരോ എന്താ പറയാ, ഓരോരോ ടീമിനോട് ഇഷ്ടം കാണും എന്ന് വെച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല. അവരൊക്കെ എല്ലാവരും ലെജൻസ് ആണ്. ഇപ്പൊ എനിക്ക് റൊണാൾഡോ ഇഷ്ടം, ഞാൻ മെസ്സിയെ കുറ്റം പറയേണ്ട ആവശ്യം എന്താ? മെസ്സി ലെജൻഡ് ആണ്. നമ്മൾ അവരെ ഒന്നും അങ്ങനെ പറയാൻ, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യാൻ പാടില്ല. ഇനി ഇവള് മെസ്സിയുടെ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് മെസ്സിയുടെ ഫാമിലിയാണ്. ഇവളാണോ ഇനിയാ നിൽക്കുന്നത്? അല്ല, ഇവരൊക്കെ ഇത് അല്ലല്ല, ഒരിക്കലും അല്ല. നല്ലൊരു കുഞ്ഞ്, അവളാവാൻ സാധ്യതയില്ല. ഇനി ഈ നിൽക്കുന്നതല്ലോ ആണോ? ഇത് മെസ്സി. പ്രായം വെച്ച് നോക്കുമ്പോഴും നടപടിയാവത്തില്ല. എനിക്ക് മെസ്സിയെ ഇഷ്ടമാണ്, റൊണാൾഡോ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആരാധിക്കുന്നത് ഒരേ ഒരാളേ ഉള്ളൂ. ആമസോൺ കാടുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിയുന്നു. 2 കൈയും നീട്ടി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ക്രൈസ്ത റെഡീമർ വീണ്ടും ഒരിക്കൽ കൂടി ലോകത്തെ ആലിംഗനം ചെയ്യുന്നു. ബ്രസീൽ again on top of the world. 6ാം കിരീടം, ഹിസ്റ്റോറിക്കൽ 6th വേൾഡ് കപ്പ് ട്രോഫി for Brazil. 60, 58, 62, 70, 94. എന്റെ ചെറുക്കൻ, ഐ എം എ നെയ്മർ ഫാൻ. പക്ഷേ ഐ റെസ്പെക്ട്, എല്ലാരെയും റെസ്പെക്ട് ചെയ്യണം. തരത്തിൽ നോക്കി സംസാരിക്കണം. തരം ഇത് നമ്മൾ തരമേ അല്ല, ലെജൻഡ്സ് എല്ലാരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ അവിടെ നിൽക്കട്ടെ, മക്കളുടെ വിഷയങ്ങളൊക്കെ പോട്ടെ, കുഴപ്പമില്ല. ആ കുട്ടിയുടെ അറിവില്ലായ്മ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് ചെയ്താൽ റീച്ച് കിട്ടുമെന്ന് വിശ്വസിച്ചിട്ടായിരിക്കാം. നമുക്ക് അങ്ങനെ കുറ്റം പറയണ്ട. ഭാര്യയെ വധിക്കാൻ ശ്രമിച്ച കേസ്, ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതി ബാബാച്ചി പിടിയിൽ. അയ്യോ, ഇതാണോ ബാബാച്ചി? ഡാ. എല്ലാരും ഫുക്രേട്ടന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് കണ്ടിട്ട് എന്തോ ഞാൻ കാരണമാണ് ഏട്ടൻ ടിക്ടോക്ക് നിർത്തിയിട്ട് പോണെന്നൊക്കെ ഒരു തോന്നല്. പണ്ടത്തെ വീഡിയോ ഞാൻ തോന്നുന്നു കേട്ടാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടാ, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഞാൻ ഒരിക്കലും ഏട്ടനെ വേദനിപ്പിച്ചിട്ടില്ല. ചെവിക്ക് പിടിച്ച് മാപ്പ് പറയണോ? എന്തിനു കുഞ്ചു? പക്ഷെ ഇതുപോലെ കുറെ ആൾക്കാരുണ്ടാവും ഏട്ടാ, മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താ, നമ്മൾ മനുഷ്യനാണ്, നമുക്കും വികാരമുണ്ട് വിചാരമുണ്ട് എന്നൊന്നും മനസ്സിലാക്കാണ്ട് നമ്മുടെ സങ്കടം കണ്ടിട്ട് അവര് സന്തോഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഏട്ടാ. അവരെ മൈൻഡ് ആക്കണ്ട ഏട്ടാ. പണ്ടത്തെ എന്തോ വീഡിയോ തോന്നുന്നു. ഇതൊക്കെ ആരാ എനിക്ക് തരുന്നേ? 4 or 5 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി പാവപ്പെട്ടവന്റെ തലയിൽ വെക്കുക. ആ വൈദ്യുതി ഞാൻ തരാം. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. ഐ ആം ഓൺ മൈ ലെഗ്സ്. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്. No to interrupt. No. Industrial infrastructure, renewable energy, logistics and warehousing, solid waste management, elderly assisted living facilities, global capability centers. സാധാരണക്കാർ, ഇടത്തരക്കാർ ചെയ്യട്ടെ. 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ പണി നിർത്തി ഇവിടെ വരുമ്പോ അതിന്റെ 10 ഇരട്ടിയായി എന്റെ വാല്യൂ കിട്ടും. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അയാൾ റിട്ടയർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾ ഷെയറിന്റെ വാല്യൂ കൂടും. സാധാരണക്കാരായ പ്രവാസികൾ തിരിച്ചിവിടെ വന്നാൽ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നവരെ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പങ്കാളികളാക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന പദ്ധതികളാണ് സാർ ഞങ്ങൾക്കുള്ളത്. അങ്ങനെ അസ്വസ്ഥനാവുന്നത് അങ്ങിരിക്കും. ഞാൻ അങ്ങക്ക് വഴങ്ങാന്ന്, ഞാൻ അങ്ങക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. വഴങ്ങല്ലേ, വഴങ്ങിയ പ്രശ്നമാണ്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങായിരിക്കോ? ഞാൻ വഴങ്ങ. അങ്ങ് ക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ?
അങ്ങനെ ചെയ്യില്ല ഞാൻ. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. ഐ ആം ഓൺ മൈ ലെഗ്സ്. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്. ഓ വിദ്യാഭ്യാസത്തിന്റെ ഞാൻ പ്രശ്നം. ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്ത്? ആണോ? അതാണ് ചോദ്യം. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. അല്ലല്ല, അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് വെക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലിക്കറിന് ടാക്സ് ഏർപ്പെടുത്തി. ബക്കാടി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പരിപാടി തുടങ്ങിയെന്നറിയോ? ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാൻ, ബർക്കാടി ഇന്ത്യ സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ഇനി കേട്ടോ, ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോഴും പറഞ്ഞു യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും. 3/2022 ആ സർക്കാരിന്റെ മദ്യനയം ഐറ്റം 25, ഇത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. അന്നത്തെ എക്സൈസ് മന്ത്രി അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാടി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബ്രീസർ, ബക്കാടി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ബക്കാടി ചോദിച്ചു, അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം വേണമെന്ന്. അപ്പോ ബിയറിന്റെ ടാക്സ് എന്ന് പറയുന്നത് 116%, വൈനിന്റേത് 86%. ഇതിന്റെ ഇടയിൽ ഒരു ടാക്സ്, അതിന്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാറുള്ളത്. ഈ 86-നും 116-നും ഇടയിൽ വെക്കണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ ഈ ഫയൽ വന്നു. ഈ ഫയൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വന്നു. ശരവേഗം തീരുമാനമെടുത്തെന്നാണ്. അതിങ്ങനെ ഓടിപ്പോയി 7 ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് തീരുമാനിക്കുന്നത് തലയാഴ്ചയാണ്. തലേ ദിവസം രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുന്നത്, ആണല്ലോ. എന്നിട്ട് രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ടാക്സ് പോർഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. ഇത് ഞങ്ങൾ എന്താ തീരുമാനിക്കാൻ കാര്യം? അവര് പറഞ്ഞ ഈ 86-നും 116-നും ഇടയിലല്ല നമ്മൾ വെച്ചത്. നമ്മൾ 0.5 തൊട്ട് 10 വരെ 120% വെച്ചു. 10% മുതൽ 20% വരെ 175% വെച്ചു. ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് പരിശോധിച്ചു. കേരളത്തിലാണ് ഈ വെച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടിയ ടാക്സ്. ഇനി ഒരു കാര്യം കൂടി അറിയണം. നമ്മുടെ മുൻ ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം, മറ്റത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ വിൽക്കുന്ന സാധനം. അതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് എത്രയെന്നറിയാമോ? 40% മുതൽ 60% വരെയാണ്. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോ ഇവരുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന ടാക്സ് എത്രയെന്നറിയാം? 78%. ഇപ്പോ 251% വരെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്ത്? ആണോ? അതാണ് ചോദ്യം. ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78%, 60% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം മേടിച്ചത്? ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരുമാതിരി തീ പ്രസംഗം. നമ്മൾ അറിയാതിരുന്ന നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നയാ. എന്തായാലും കൊള്ളാം, ഗംഭീരം. മാറ്റങ്ങൾ അനിവാര്യമായത് എന്തുകൊണ്ടും നന്നായി. കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നെ തെറി പറയല്ലേ. ഇതൊക്കെ നമ്മളെ പൈസയുടെ കണക്ക് അവരൊക്കെ പറയുന്നത്. നമുക്ക് ഇൻസ്റ്റാ കൊണകളിലേക്കൊന്ന് പോകാം. എന്താണ് അവിടെ നടക്കുന്നത് നോക്കാം. കുറച്ച് ഫണി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൗ, നമുക്ക് വെൽക്കം ചെയ്യാം. നിലപോലൊരു പൂത്താലി ഞാനന്നു കഴുത്തിൽ ചാർത്തിയിലേ, ഒന്നേ നീയതു കാണാതെ നിന്നിൽ നിന്നു മകന്നില്ലേ,
അണയുമോ പ്രിയ സഖി എൻ മനസ്സിന്റെ മണിമഞ്ചലിൽ അഴകേ നീ എന്നെ പിരിയല്ലേ. മുത്തേ സൂപ്പർഡാ, കിടിലം കിടിലം കിടിലം, ഒരു രക്ഷയില്ല, അസാധ്യ വോയിസ്, ഒരുപാട് 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 ഉയരങ്ങളിലെത്തട്ടെ മുത്തേ. സന്തോഷം. കാരണം ആ വിക്കി തകിയനെ ഇട്ടപ്പം കാരണം പ്രതീക്ഷിക്കാതെ ഞാൻ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ ചേട്ടൻ ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ ഇത് കഴിഞ്ഞു, ടൈം കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ കസിൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വിക്കി തകിൻ്റെ വീഡിയോ കണ്ടത്. അത്യുഗ്രൻ, ഒരു രക്ഷയില്ല. മോള് ഒത്തിരി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നമുക്ക് ദൈവം ഒരുപാട് ഒരുപാട് അനുഗ്രഹം ഇതുപോലെ ഉണ്ടാവട്ടെ. ഗംഭീരം മോളെ. അപ്പൊ ഭയങ്കര പിന്നെയും സന്തോഷമായാണ് അത്രയും വലിയൊരു മനുഷ്യൻ ഇടുക എന്ന് പറയുന്നത്. പിന്നെയും കൂട്ടുകാരൊക്കെ പറഞ്ഞ് എടിയാണ്, അപ്പൊ ഇന്നെയാണ് സപ്പോർട്ട് കൂടിയത്. വിക്കി തകിന്റെ വീഡിയോക്ക് ശേഷമാണ്. കാരണം അത്രയും പിള്ളേർ കാണുന്നുണ്ട് കുറെ. കാരണം ആ പുള്ളിയുടെ വീഡിയോസ് മാത്രം കാണുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവരും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോ പിന്നെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സന്തോഷം. കാരണം എടാ ഒത്തിരി സന്തോഷമാണ് അത് കണ്ടപ്പം. എനിക്ക് എന്നെ വലിയ ആളെന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനത്തെ ഒരാളാന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം മോളെ ഒത്തിരി സന്തോഷമാണ് ആ വീഡിയോ കണ്ടപ്പോൾ, ഒത്തിരി സന്തോഷം ഉണ്ടായി. ഒരുപാട് ഉയരങ്ങളിൽ മോളെത്തും. എൻ്റെ പയ്യന്മാര് കണ്ട് ആ കുഞ്ഞിന്റെ വീഡിയോ, അങ്ങനെ അവളുടെ വീഡിയോക്ക് റീച്ച് കിട്ടി. ലവ് യു മോളെ, ഒത്തിരി ഉയരങ്ങളിലെത്തും. കൂട്ടക്കാരും കുടുംബക്കാരും ആണെങ്കിൽ പോലും, തന്തയും മക്കളും തള്ളയും മക്കളും ആണെങ്കിൽ പോലും മ്യൂസിക് എല്ലാം കൂടെ കേട്ടിട്ട് എന്തോ പോലെ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ജീവിതം ഭയങ്കരം തന്നെയാണ്. അതിവേഗത്തിൽ ആ ഒരു ശരീരം അവിടെ എത്തിക്കുക, മരിക്കുന്നതിന് മുമ്പ് എത്രയോ ആൾക്കാരുടെ ജീവൻ. ആ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ തന്നെ അവിടെ ഒരു വണ്ടി എത്തി അത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ലത്. എന്നൊക്കെ വിളിച്ചിട്ടുള്ള മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അത് ഏത് പാർട്ടി ആവട്ടെ എന്നാണ്. അത്തരം പ്രയോഗങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. അത്തരം പ്രയോഗങ്ങൾ യോജിക്കില്ല ഒരു കാരണവശാലും. കാരണം മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന് 25 വർഷത്തിലധികമായി എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ഞാൻ കാണേണ്ടത് മുഖ്യമന്ത്രിയായിട്ട്, എൻ്റെ സുഹൃത്തായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ട് കാണുന്നതാണ് മര്യാദയും അന്തസ്സും. അല്ലാതെ അദ്ദേഹം വന്നെൻ്റെ കാര്യം പിടിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ശരിയുള്ള കാര്യമല്ല. അദ്ദേഹം നല്ല കാര്യം, അതിപ്പോൾ ആര് പറഞ്ഞാലും നല്ല കാര്യം. ഗണേഷ് സാർ ഗ്രേറ്റ്, അടിപൊളി. പുറത്തേക്ക് പോകാനുള്ള കുറവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്വാളിറ്റി കുറവാണ്. ആ ക്വാളിറ്റി കുറവിന്റെ റീസൺ എന്ന് പറയുന്നത്, എൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുക. എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ഉണ്ടാകുമ്പോൾ അയാൾ പ്രസ് കോൺഫറൻസിൽ എല്ലാ പ്രാവശ്യം എൻ്റെ പേരെടുക്കും. ഞാൻ കളി തുടങ്ങിയത് 17 വയസ്സിലാണ്. 17 വയസ്സിൽ മെസ്സി വേൾഡ് കപ്പ് കളിക്കുന്നത്. എനിക്ക് ആദ്യത്തെ കോച്ചിങ് കിട്ടിയ 17 വയസ്സിലാണ്. ഇന്നും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 15-16 വയസ്സാകുന്ന കുട്ടികൾ എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാർ ഇന്ന് വേൾഡ് കപ്പ് കളിക്കാൻ പോവാ പുറത്ത്. നമുക്ക് ട്രെയിനിങ് തുടങ്ങുന്ന സമയം അതൊന്നും നമ്മളെ കൾച്ചറിന് കൂടി പ്രശ്നമാണ്. കാരണം ഇന്നിപ്പോൾ 7 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടീനെ കളിക്കാൻ പറ്റുന്ന എനിക്ക് അക്കാദമി ഉണ്ട്. അക്കാദമിയിലേക്ക് വിടുമ്പോൾ അമ്മ ചോദിക്കും എൻ്റെ മോൻ്റെ കാലിന് പൊട്ടുമോ, കൈക്ക് പൊട്ടുമോ, തലക്ക് പൊട്ടുമോ എന്നുള്ളതാണ് ചോദിക്കും. ഇത് ഗെയിമാണ്, ഇത് അങ്ങനെ സംഭവിക്കാം എന്നുള്ളത് അവർക്ക് അറിയാം. പക്ഷേ 17 വയസ്സ് 18 വയസ്സാവുന്ന വരെ കുട്ടിയാണ് അവർക്ക്.
പക്ഷെ അവൻ വലുതായി, അവൻ കളിക്കണം, അങ്ങനത്തെ ഒന്ന് നമ്മളെ കൾച്ചറിന്റെ ഭാഗമായിട്ടില്ല. രണ്ടാമത്തേത് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ട്രെയിനിങ് സിസ്റ്റം വളരെ മോശമാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾ ഇന്ത്യ പോയപ്പോൾ കണ്ടത് നമ്മളെ സ്കൗട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം നിലവിലില്ല. നമ്മൾ പണ്ട് ഗോൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, സാന്റിയാഗോ മുനസ് എന്ന് പറയുന്ന പ്ലെയറിന്. അവനെ കണ്ടെത്തുന്നത് അവൻ്റെ നാട്ടിൽ പോയിട്ടാണ് ഒരു സ്കൗട്ട് അയാളെ കണ്ടെത്തുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് കണ്ടമാനമുണ്ട്, പക്ഷെ അവരെ കണ്ടെത്താനോ അവരെ ട്രെയിൻ ചെയ്യാനോ അവരെ വളർത്തിയെടുക്കാനോ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അത് ഉണ്ടാക്കാനുള്ള ശ്രമവും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. നമ്മളിപ്പോൾ ഇന്ത്യക്ക് പുറത്തുപോയി കളിക്കാത്തത് പോയ പ്ലേയേഴ്സ് ഉണ്ട്, അവരൊക്കെ അതേപോലെ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ അതിനുള്ള ലെവലിലേക്ക് നമ്മൾ വന്നിട്ടില്ല. നമ്മളിപ്പോൾ എത്ര കണ്ണുപൂട്ടിയിട്ട് നമ്മൾ ആ ലെവലിലേക്ക് വരും, നമ്മളിപ്പോൾ അടുത്ത കൊല്ലം വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാലും ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി. നമ്മൾ അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ ആരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടി ഇതിൻ്റെ ഹിസ്റ്ററിയും ചരിത്രവും സാധനങ്ങളും തിരിച്ചു മറിച്ചും നോക്കി നിങ്ങൾ ഉറപ്പിക്കുക ഇതിങ്ങനെ തന്നെയാണോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മളെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ കഷ്ടത്തിലാണ്. നമ്മളെ ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ താഴെ ലെവലിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഈ പബ്ലിസിറ്റി ഉള്ളത് കൊണ്ടോ ആൾക്കാർ കാണാൻ പറ്റുന്നത് കൊണ്ടോ ഫുട്ബോൾ വലുതാവില്ല. അതിന് അതിൻ്റെതായ സിസ്റ്റം ഉണ്ട്. ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് മേലോട്ടേക്ക് വരുന്ന സിസ്റ്റം ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ റിയാലിറ്റി. സത്യസന്ധമായ കാര്യം, ഇവിടെ 17-18 വയസ്സിലാണ് തുടങ്ങുന്നത് തന്നെ. മാറ്റം വരുത്തേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഭയങ്കര കഴിവുള്ള ആമ്പിള്ളേരുണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ. ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. എനിക്കും ആ സ്ത്രീയെ പറ്റിയുള്ള വീഡിയോ ആരെയും കാണിക്കണ്ട, സന്തോഷം. അപ്പം മറ്റ് ചർച്ചാ വിഷയങ്ങളൊന്നും ഇല്ല. സൈലൻസ്. ഓക്കെ, സൈലൻസ്. കൊച്ചു പിള്ളേരും എന്നെ തെറി വിളിച്ചു തുടങ്ങി. ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. എൻജോയ് ലൈഫ്. ഇതാണ് ബെസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ്. യെസ്, വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തിന്നേണ്ട അത്ര തിന്നണം, ഉറങ്ങേണ്ട അത്ര ഉറങ്ങിക്കണം. ഇപ്പോൾ ഫുൾ അൺലിമിറ്റഡ്. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊരു കെട്ടിടത്തോട് എടുക്കും. അവിടെ ഒരു 10-14 വർഷം 14 ഇയേഴ്സ് അവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം. പിന്നെ അത് കഴിയുമ്പോൾ കോളേജ് 3-4 വർഷം, ഡിപ്പെൻസ് ഓൺ യുവർ കോഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ അവിടെ കുറേ നടക്കണം. ലൈഫ് ഈസ് വെരി പ്രഷ്യസ്. പിന്നെ ഒരു കഷ്ടപ്പാട്. ഞാൻ അവിടെ എത്തിയിട്ടുള്ളൂ, ബാക്കി അത് നമുക്ക് കണ്ടറിയാം. പക്ഷെ അൺടിൽ ദെൻ ഇപ്പോൾ എൻജോയ്. ഉപദേശിക്കാൻ തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷിക്കട്ടെ. നിങ്ങളും ഒരു കുട്ടിയായി മാറാൻ ശ്രമിക്കുക. മാമൻ വേറെ ലീഗായിരുന്നു പണ്ട്. എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ചില്ലറ പരിപാടിയല്ല ചെയ്തത്. ഒന്നിടെ കാണാം. നമ്മളെ നാട്ടിലെ മെസ്സികൾ ഇതുപോലെ എത്ര മെസ്സികൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഗംഭീരമാവട്ടെ, ഗംഭീരമാവട്ടെ. ആരാ മോനത്? ഹരിച്ചേട്ടൻ്റെ കൂട്ടുകാരാ. അവനുണ്ട്, അവന്റെ കൂട്ടുകാരുണ്ട്. അതെ, എബിച്ചേട്ടനും കൂട്ടുകാരും വരട്ടെ. കഴിഞ്ഞ വർഷത്തെ പോലെ കപ്പടിക്കട്ടെ. റൊണാൾഡോയും കപ്പടിക്കട്ടെ. പക്ഷെ ഈ വർഷം നെയ്മർ കപ്പടിക്കട്ടെ. So this is കേരളത്തിന്റെ കൂട്ടം ബിക്കി തക് പവേഡഡ് ബൈ രമ വേണു. 20 മിനിറ്റ് ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചു. പക്ഷെ നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്നതൻ ദേവി നീലവാനച്ചോലയിൽ വേണ്ട ഒരുപാട് അങ്ങ് പോകണ്ട. അപ്പം കേരള ജനക്കിട്ടം